കൂത്തുപറമ്പിൽ റസീന എന്ന സ്ത്രീയുടെ ആത്മഹത്യ സദാചാര വിചാരണയെ തുടർന്നെന്ന് പരാതി. ചൊവ്വാഴ്ചയാണ് റസീന മൻസിലിലെ റസീന എന്ന സ്ത്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 3 SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി സരീഷ് PK ചേരുന്നു. സരീഷ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചൊവ്വാഴ്ചയാണ് ഈ റസീനയെ വീട്ടിനുള്ളിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ബന്ധുക്കൾ ആദ്യം സംശയമുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിൽ ഒരു മരണക്കുറിപ്പ് കണ്ടെത്തുന്നു. ആ മരണക്കുറിപ്പിലാണ് ഈ ഞായറാഴ്ച വൈകുന്നേരം ഈ റസീന തന്റെ സുഹൃത്തുമായി ഇവിടേക്ക് മേഖലയിലേക്ക് എത്തിയിരുന്നു, ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ പ്രദേശത്തെ SDPI പ്രവർത്തകർ ചേർന്ന് ഇരുവരെയും തടഞ്ഞു വെക്കുകയും പിന്നീട് റസീനയെ വീട്ടിലേക്ക് എത്തിയ റസീനയുടെ ആൺ സുഹൃത്തിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ വീടിന് സമീപത്ത് തന്നെ ആയിരുന്നു ചോദ്യം ചെയ്തെങ്കിൽ പിന്നീട് ഇവരെ മറ്റ് SDPIയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിക്കുകയും 5 മണിക്കൂറോളം തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. പിന്നീട് ബന്ധുക്കളെ ഉൾപ്പെടെ ഈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇയാളെ വിട്ടത്. അതോടൊപ്പം തന്നെ ഈ ഫോണും ടാബ്ലറ്റും ഉൾപ്പെടെയുള്ള ഈ യുവാവിന്റെ ഫോണും ടാബ്ലറ്റും ഉൾപ്പെടെയുള്ളവ ഇവർ പിടിച്ചു വെക്കുകയും ചെയ്തു. ഇതിൽ മരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് മരണക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രദേശത്തെ 3 SDPI പ്രവർത്തകരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ GC മുബഷീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻ കണ്ടി ഹൗസിൽ VK റഫ്നാസ് എന്നിവരെയാണ് ഇപ്പോൾ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഈ സദാചാര പോലീസ് വീണ്ടും കേരളത്തിൽ ഈ സദാചാര പോലീസ്, കാരണം ഇരുവരെയും ഒരുമിച്ച് കണ്ടു, ഇവർ ഒരുമിച്ച് കാറിൽ എത്തി എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചെയ്യലും പിന്നീട് ഈ യുവതിയുടെ ആത്മഹത്യയും ഉണ്ടാകുന്നത്. റസീനയുടെ കുടുംബമടക്കം ഇതിനോട് ഏത് തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്? അവർക്ക് ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ രൂപപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇരുവരും വർഷങ്ങളായുള്ള ബന്ധമാണ്. ഈ ആൺസുഹൃത്തും ഒപ്പം തന്നെ റസീനയും വർഷങ്ങളായുള്ള ബന്ധമായിരുന്നു. പക്ഷേ ഈ ബന്ധുക്കൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ഒരു ദിവസം ഈ സംഭവങ്ങൾ ആദ്യം ഈ യുവാവിൻ്റെ ബന്ധുക്കൾ മാത്രമാണ് ഈ സംഭവങ്ങൾ അറിഞ്ഞത്. ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഒന്നും തന്നെ കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല. സ്വാഭാവികമായും ആ പെൺകുട്ടി യാത്ര കഴിഞ്ഞ് തിരിച്ചു നേരെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ആദ്യം ബന്ധുക്കൾ കരുതിയത്. പിന്നീട് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്കൊരു സംശയമുണ്ടായിരുന്നു, ഏതെങ്കിലും രീതിയിൽ കുടുംബപരമായ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതല്ല എന്ന് പിന്നീട് ഈ മരണക്കുറിപ്പ്, ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ഈ ബന്ധുക്കൾക്ക് മനസ്സിലാവുന്നത്. അതിൽ കൃത്യമായി എന്തൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ മരണക്കുറിപ്പിൽ, ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ ഇപ്പോൾ പോലീസിനെ സമീപിക്കുകയും ആരൊക്കെയായിരുന്നു ആ സംഭവത്തിന് പിന്നിൽ എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ആ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ സജീവമായി തന്നെ, അതായത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയത്. കാരണം ഈ SDPI ഓഫീസിലെത്തിച്ച്, ഒരു പാർട്ടിയുടെ ഓഫീസിലേക്ക് എത്തിച്ച് ഇയാളെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ആൺ സുഹൃത്തിൻ്റെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തിന് അപമാനകരം ആകുന്ന വിധത്തിലാണ് ഒരു സദാചാര പ്രചാരണം, അത്തരത്തിലുള്ളൊരു സദാചാര വിചാരണ ഉണ്ടായിരിക്കുന്നത്. അതിലൊരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. കണ്ണൂർ കൂത്തുപറമ്പിലാണ് റസീന എന്ന സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. ചൊവ്വാഴ്ചയാണ് റസീന മൻസിലിലെ റസീന എന്ന യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംഭവത്തിൽ 3 SDPI പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സരീഷ് PK ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.